എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 4 മണിക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആട്ടോ. ബ്രേക്ക്ഫാസ്റ്റായിട്ട് വേണമെങ്കിലും ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. എന്നാൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 കോഴിമുട്ടയാണ് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് എത്ര സ്നാക്സ് എന്തുമാത്രം വേണോ അതിനനുസരിച്ചുള്ള മുട്ട നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ 4 കോഴിമുട്ടയിലേക്ക് ഞാനൊരു ക്യാരറ്റിൻ്റെ പകുതി ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ആവശ്യത്തിന് പച്ചമുളക്, കുറച്ച് മല്ലിയില, ഒരു സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായി നമുക്ക് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനിയും ഇത് നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കണം. നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മാറ്റിവെച്ച് അടുപ്പത്തേക്കൊരു പാത്രം വെച്ച് കൊടുക്കാവുന്നതാണ്. ഒരു ശകലം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3 കഷ്ണം ബ്രെഡാണ്. 2-3 കഷ്ണം ബ്രെഡ് ചെറുതായി ഒരു പീസാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടിങ്ങനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. അങ്ങനെ ഞാനിപ്പം ബ്രെഡെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ചു. ഇതിന് മുകളിലേക്ക് മൊസറല്ല ചീസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ചീസൊക്കെ നമുക്ക് എന്തുമാത്രം വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് വറ്റൽമുളക് പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം എരിവ് ശ്രദ്ധിച്ചു കൊള്ളണം. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. കണ്ട ചീസൊക്കെ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്ക് വേറൊരു പാന് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടും നമുക്ക് എളുപ്പത്തിലും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഈ ഒരു റെസിപ്പി. അങ്ങനെ 2 വശവും നമുക്ക് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതി വേണം ഈ ഒരു സ്നാക്സ് തയ്യാറാക്കിയെടുക്കാൻ. ആ ചീസൊക്കെ ഇട്ടപ്പം അതിൻ്റെ മുകൾ ഭാഗം നല്ല കളറായിട്ടും നല്ലതായിട്ട് മുരിഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ എടുത്തോളൂ. ഇത്രയും മാത്രമേ ഉള്ളൂ. ഇന്നത്തെ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.